സച്ചി, എന്നാ ഇത് 25,000 രൂപയുണ്ട്, ഇത് നീ കയ്യിൽ വെച്ചോ. ഇതൊന്നും വേണ്ട അച്ഛാ. മക്കളെ, എനിക്കറിയാം നിങ്ങൾ രാത്രി ഉറക്കമില്ലാതെ നിങ്ങൾ കിടന്ന് ഉരുകുന്നതും നിങ്ങളുടെ മനസ്സ് വേവുന്നതും എല്ലാം ഈ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. അച്ഛന് കുറേ പൈസ ഒന്നും തരാൻ അച്ഛൻ്റെ കയ്യിലില്ല. അച്ഛൻ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങളെ ആരെയും അറിയിക്കാതെയാണ് അച്ഛൻ വളർത്തിയത് നിങ്ങളേനെ, അല്ലേ? നിങ്ങൾ വലുതായപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾ അച്ഛനെ അറിയിക്കാതെയായി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ നെഞ്ചിലെ തീയ്, നിങ്ങളുടെ നെഞ്ചിലെ കത്തൽ അച്ഛന് മനസ്സിലാവുന്നുണ്ട്. ഇത് കയ്യിൽ വെച്ചോടാ. ഒരച്ഛൻ്റെ സ്നേഹം, ഒരച്ഛൻ്റെ വാത്സല്യം, ഒരച്ഛൻ്റെ താങ്ങി നിർത്തൽ ആ മക്കൾക്കത് ധാരാളം മതി. കൂട്ടുകാരപ്പം ഇന്നത്തെ ചെമ്പനീർപ്പൂവിലേക്ക് സ്വാഗതം. ശരത്തിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സച്ചി രേവതി. അതിനുവേണ്ടി 5 ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഓടിപ്പായാണ് കേട്ടോ അവർ. അതിനു മുൻപ് ശരത്തിനെ രക്ഷിക്കാൻ കാല് പിടിക്കാൻ വേണ്ടി ലക്ഷ്മിയും ദേവും കൂടിയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അവരെ തടയാൻ വേണ്ടിയിട്ട് രേവതി അവിടെ വന്നിട്ടുണ്ട്. അവരുടെ അടുത്ത് നിന്ന് ചന്ദ്ര ആട്ടി വിടുകയാണ് അവരെ. അതൊക്കെ ചന്ദ്രയ്ക്ക് വായി തോന്നിയത് മുഴുവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവർ ഇറങ്ങാൻ നേരത്തെ ചന്ദ്രയുടെ വക ഒരു സിമ്പതി ഉണ്ട്. അതെ, ഒരു കാര്യം പറയാം, എന്തായാലും നിങ്ങൾ മകനെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ വന്നതല്ല എൻ്റെ അടുത്ത്. ഞാനൊരു കാഞ്ചി അവനെതിരെയുള്ള പരാതി ഞാൻ പിൻവലിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഈ മോളും ഇവളെ കല്യാണം കഴിച്ചേക്കണ എൻ്റെ മോനും എൻ്റെ വീട്ടിൽ പാടില്ല. അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കേസ് പിൻവലിക്കാമെന്ന് പറയാണ്. ആ ചന്ദ്രമതിയുടെ വൃത്തികെട്ട ക്രൂരത നിറഞ്ഞ മനസ്സാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അത് കേട്ടോട് കൂടിയിട്ട് രേവതിയുടെ അമ്മ പറയാണ്, ലക്ഷ്മി, ചന്ദ്രേ, നിൻ്റെ ആഗ്രഹം നടക്കില്ല. നീ ഇപ്പം എൻ്റെ മകളേനെ ആ വീട്ടിൽ നിന്ന് അടിച്ചോടിച്ചിട്ട് എനിക്ക് എൻ്റെ മോനെ രക്ഷപ്പെടുത്തണ്ട. നീ വിചാരിക്കുന്നത് വെറും വ്യാമോഹം മാത്രമാണ്. സച്ചി രേവതി ആ വീട്ടിൽ തന്നെ ഉണ്ടാവും എന്ന് പറയണ ലക്ഷ്മി. ഒവ്വ കാണാം, എനിക്ക് ഇവളെ ആട്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവിടെ ഒരു കരുണാമയൻ ഉണ്ടല്ലോ, ഒരു കാര്യത്തിനും സമ്മതിക്കാത്തൊരു കരുണാമയൻ. അതുകൊണ്ട് മാത്രം, ഇല്ലെങ്കിൽ പണ്ടേ ഇവളെ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആട്ടി ഓടിച്ചായിരുന്നു. എനിക്കിവളെ അവിടെ നിന്ന് തുരത്താൻ അറിയാഞ്ഞിട്ടല്ല. നാണമില്ലാത്ത വർഗ്ഗങ്ങൾ, വെറുതെ കട്ടും മുടിച്ച് നടക്കുന്ന വർഗ്ഗങ്ങൾ, നാണമില്ലാത്തവർ. അപ്പം രേവതി പറയും, മതിയമ്മേ, നിർത്ത്. അമ്മയുടെ കാല് പിടിക്കാതെ തന്നെ ശരത്തിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഇനി അമ്മ ശരത്തിൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട. ഇനി അമ്മയുടെ സഹായം ഇല്ലാതെ ശരത്തിനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ. ഞങ്ങൾ എന്തായാലും അമ്മയുടെ ആഗ്രഹം നടക്കില്ല. ശരത്തിനെ ജയിലിൽ അടയ്ക്കണം എന്നുള്ള അമ്മയുടെ ആഗ്രഹം നടക്കില്ല. ശരത്തിനെ ജയിലിൽ അടയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ അവനെ രക്ഷിച്ചിരിക്കും. ഇങ്ങനെ പറയാണ് രേവതി. അത് കഴിഞ്ഞിട്ട് അത് കേൾക്കുമ്പോൾ ദേവ് പറയണ ഒരു കാര്യം കൂടി ഞങ്ങൾ പറയാം. എപ്പോഴും എല്ലാ പ്രാവശ്യവും നിങ്ങളുടെ ഭാഗത്ത് ദൈവം നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇതൊക്കെ മാറി മറേണ്ട ഒരു ദിവസം വരും. അന്ന് ഞങ്ങൾക്കും കണക്ക് ചോദിക്കാനുണ്ടാവും എന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറയണം, എന്താടി നീ എന്താ എന്നെ വെല്ലുവിളിക്കുകയാണ്? വെല്ലുവിളിയല്ല, ഉള്ള കാര്യം പറഞ്ഞതാന്ന് പറയണം. കടന്നു പോയ എൻ്റെ വീട്ടിൽ നിന്ന് എന്തിനങ്ങനെ നിന്ന് ചിലക്കണം, നാണോ മാനമില്ലാത്ത വർഗ്ഗങ്ങളെന്ന് പറയുമ്പോൾ ബാമ പറയേണ്ടത്, ചന്ദ്രേ, നീ മിണ്ടാതിരിക്കുക. ഒന്നും മിണ്ടാതിരുന്ന ബാമേ, നീ എന്തിനാ ഇവരോടൊക്കെ സംസാരിക്കുക? നിങ്ങൾ ഇവരോട് സംസാരിച്ച് നമുക്കും കൂടി നാണക്കേടാവും പറഞ്ഞിട്ട് രേവതിനെയും ലക്ഷ്മിനെയും ദേവുവിനെയും പുറത്ത് നിർത്തി ചന്ദ്ര വാതിൽ വലിച്ചടക്കുകയാണ് അവരുടെ മുമ്പിൽ. ചന്ദ്ര അകത്തേക്ക് പോയതോടുകൂടി രേവതി ഒക്കെ തളർന്നു. രേവതി, ഇനി എന്ത് ചെയ്യും അമ്മേ? നമ്മൾ കരഞ്ഞ് കാല് പിടിച്ചിട്ടും കൂടി അമ്മയുടെ മനസ്സലിഞ്ഞില്ലല്ലോ, അമ്മ പരാതി പിൻവലിച്ചില്ലല്ലോ, നമ്മളിനി എന്താ ചെയ്യാന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ലക്ഷ്മി, എനിക്കറിയില്ലേ മോളെ പറഞ്ഞിട്ട് രേവതിയുടെ ചുമലിലേക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി ചായയാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കത് കണ്ടിരിക്കണം, നമുക്ക് തന്നെ മനസ്സ് വല്ലാത്തൊരു വിങ്ങലാണ് കേട്ടോ. ഈ സമയത്ത് സച്ചി പൈസയ്ക്ക് വേണ്ടി ഓടുകയാണ്. സച്ചിയുടെ കാറ് പണയം വെച്ചിട്ട് പൈസ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഓണർ പറയുന്നുണ്ട്, പലിശ തരുന്ന ആൾ പറയുന്നുണ്ട്, എങ്ങനെ സച്ചി നീ പൈസ എടുത്തിട്ടുണ്ടല്ലോ, ഇനി ഞാൻ എങ്ങനെ തരാൻ ചോദിക്കുമ്പോൾ, സാർ പ്ലീസ് സാർ, കുറച്ച് പൈസ കൂടി തരണം. അത് കുറച്ചല്ലേ ഇനി അടഞ്ഞു വിടാനുള്ളൂ, ഞാനതൊക്കെ അടച്ചു വീട്ടിക്കോളാം സാർ. ഞാൻ ഒരിക്കൽ പോലും ഡ്യൂ വരുത്തിയിട്ടില്ലല്ലോ, ഞാൻ എങ്ങനെയെങ്കിലും കൊടുന്ന് അടയ്ക്കാറില്ല. അതൊക്കെ എനിക്കറിയാം സച്ചി. ഇപ്പം നിനക്ക് എത്രയാണ് വേണ്ടത്? എനിക്കൊരു 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയോ? അപ്പോൾ അയാളിങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ചോദിക്കാൻ, ഈ കാറ് വിറ്റ് എത്ര രൂപ കിട്ടും സച്ചി? 5 ലക്ഷം രൂപയിലും കൂടുതൽ കിട്ടോ? കിട്ടും സാർ. എന്നാൽ നിനക്കത് വിറ്റൂടെ? വിറ്റിട്ട് നിനക്ക് ആ പൈസ എടുത്തൂടെ? അയ്യോ സാർ, അങ്ങനെ പറയരുത്, എൻ്റെ ഉപജീവനമാർഗ്ഗമാണ് സാർ. ഞാൻ എൻ്റെ ഭാര്യയും അവളെ സ്കൂട്ടി, ഞാൻ കാറ് ഓടിച്ച് കിട്ടുന്ന പൈസയും കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വിൽക്കാൻ പറ്റില്ല സാർ, അതുകൊണ്ടാണ്. സച്ചി, നീ എന്തെന്നെ പറഞ്ഞാലും 5 ലക്ഷം രൂപ എന്തിന് തരാൻ പറ്റില്ല. ഇല്ലെങ്കിൽ വേണ്ട സാർ, ഒരു 4 ലക്ഷം രൂപയെങ്കിലും. ഇല്ല സച്ചി, നടക്കില്ല. ഞങ്ങളൊക്കെ ഓരോ ഫിനാൻസ് ഇടുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചിട്ടുള്ളൊരു കണക്ക് വെച്ചിട്ടല്ലേ ഞങ്ങൾക്ക് ഇടാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 1.5 ലക്ഷം രൂപ തരാം. അയ്യോ സാർ, 1.5 ലക്ഷം രൂപയും കൊണ്ട് ഒന്നാവില്ല സാർ. സാർ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു 2 ലക്ഷം രൂപയെങ്കിലും. സച്ചി, 1.5 ലക്ഷം രൂപയിൽ നിന്ന് ഒരു രൂപ കൂട്ടാനോ കുറയ്ക്കാനോ ഞാനില്ല. ഈ 1.5 ലക്ഷം രൂപ വേണമെങ്കിൽ സച്ചിക്ക് മേടിക്കാം, ഞാൻ തരാം. അല്ലാന്നുണ്ടെങ്കിൽ സച്ചി വേറെ എവിടുന്ന് വെച്ച് നോക്കുമെന്ന് പറയണേ. ശരി സാർ, 1.5 ലക്ഷം 1.5 ലക്ഷം തരുമോ? അന്ന് വാ, പേപ്പറോൾ ഒപ്പിട് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിയുടെ കാറ് സച്ചി പണയം വെച്ചിട്ട് 1.5 ലക്ഷം രൂപ ശരത്തിനെ രക്ഷിക്കാൻ വേണ്ടി മേടിക്കുകയാണ്. ഈ സമയത്ത് രേവതിയുടെ വീട്ടിൽ
ലക്ഷ്മി ഒരു കടലാസ് പൊതി കൊടുത്തിട്ട് രേവതിക്ക് കൊടുത്തിട്ട് പറയണം, മോളെ ഇത് വെക്കുക. അപ്പോൾ ഇത് എവിടുന്ന് അമ്മ ഇത്രയും പൈസ ചോദിക്കുമ്പോൾ പറയണേ, ഇവിടെ കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നു അതുകൊണ്ട് പണയം വെച്ച്. അമ്മയോട് ആരാ സ്വർണ്ണമൊക്കെ പണയം വെക്കാൻ പറഞ്ഞേ? പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ സച്ചേട്ടൻ ഓടിപ്പോയത്? സച്ചേട്ടൻ പൈസയും കൊണ്ട് വരില്ലേ അമ്മേ? പിന്നെ എന്തിനാ അമ്മ ഇപ്പോൾ ഇത് പണയം വെച്ച്? മോളിത് പിടിക്കുക, സച്ചിനെ കൊണ്ട് എല്ലാത്തിനും ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ? ഇത് ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞാൽ സച്ചേട്ടൻ എന്നോട് വഴക്കാവില്ലേ അമ്മേ? ഞാൻ അത് മേടിക്കില്ല പറയുമ്പോൾ ലക്ഷ്മി പറയണേ, ശരിയെങ്കിൽ ഞാൻ സച്ചിനെ വിളിക്കാൻ വേണ്ടി ലക്ഷ്മി സച്ചിനെ വിളിക്കണം. അപ്പോൾ സച്ചി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അമ്മയെ വിളിച്ചത് ചോദിക്കുമ്പോൾ മോനൊന്ന് ഇവിടെ വരെ വരുമോ ചോദിക്കുമ്പോൾ, എവിടേക്ക്? വീട്ടിലേക്കാണോ? ഒരു കാര്യം ചെയ്യാൻ, ഞാൻ വീട്ടിൽ പോയി രേവതിനെയും കൂട്ടിയിട്ട് വരാൻ പറയുമ്പോൾ പറയും, വേണ്ട രേവതി ഇവിടെ ഉണ്ട്, മോനും ഇങ്ങോട്ട് വന്നാൽ മതി പറയാണ്. ശരി അമ്മ എപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സച്ചി രേവതിയുടെ വീട്ടിൽ പോയിട്ട് രേവതി വിളിക്കുമ്പോൾ രേവതി സച്ചിയേട്ടാ വന്നോന്ന് ചോദിക്കുക. എന്താ രേവതി, എന്തിനാ കാണണമെന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അതൊക്കെ അമ്മ പറയും സച്ചിയേട്ടാന്ന് പറയണം. അപ്പോഴേക്കും ലക്ഷ്മി ഒരു കടലാസ് പൊതിയും കൊണ്ട് വന്നിട്ട് പറയണം, മോനിത് വാങ്ങണം, ശരദിനെ ലക്ഷിക്ക് 5 ലക്ഷം രൂപ വേണ്ടി, ആ പൈസയ്ക്ക് വേണ്ടി നീ ഓടിപ്പോയാന്ന് എനിക്കറിയാം, നീ ഇത് മേടിക്കണം പറഞ്ഞിട്ട് ഈ കടലാസ് സച്ചിയുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ സച്ചി ചോദിക്കണം, ഇത് എവിടുന്ന് അമ്മയ്ക്ക് ഇത്രയും പൈസ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ടായി, നിന്നെ ഒന്ന് സഹായിക്കണ്ടേ, അത് ഞങ്ങളുടെ കടമയിലേക്കുമ്പോൾ അമ്മയോട് ഞാൻ ഇപ്പോൾ പൈസ ചോദിച്ചോ? പൈസയൊക്കെ ഞാൻ ഉണ്ടാക്കും അമ്മ എന്നെ അത്ര വില കുറച്ച് കാണരുത്, വില കുറച്ച് കാണേണ്ടതല്ല സച്ചി, നീ ഇങ്ങനെ കിടന്ന് ഓടുമ്പോൾ ഞങ്ങളും കൂടി ഒന്ന് സഹായിക്കണ്ടേ, നിന്നെ ഒറ്റയ്ക്ക് ഓടിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് ഈ പൈസ വിടുന്ന പറ, അതിവിടെ കുറച്ച് സ്വർണ്ണങ്ങളുണ്ടായിരുന്നു, അത് പണയം വെച്ചു. രേവതി, ഈ പൈസ പിടിക്കാനാണോ നീ എന്നെ വലിച്ചു വരുത്തി? ഞാൻ പറഞ്ഞത് സച്ചിയേട്ടാ നമുക്ക് വേണ്ടാന്ന്, പക്ഷെ അമ്മ പറഞ്ഞത് കേൾക്കാതെ നിർബന്ധിച്ചതാ, എൻ്റെ മോനിത് മേടിക്കണം, ഇത് മേടിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ഭയങ്കര വിഷമാവും, നീ കിടന്ന് ഓടിപ്പോയത് എനിക്ക് അറിയുന്നുണ്ട്, നമുക്കിപ്പോൾ പൈസയൊന്നുമല്ലല്ലോ വലുത്, ശരത്തല്ലേ, അവനെ എങ്ങനെയെങ്കിലും നമുക്ക് ജയിലിൽ നിന്ന് ഇറക്കണ്ടേ മോനെ വേണ്ടി ലക്ഷ്മിക്ക് അറിയാണ്. അത് കേൾക്കുമ്പോൾ രേവതി പറയണം, സച്ചിയേട്ടൻ ആ പൈസ മേടിച്ചോ ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവും പറയണം. അപ്പോൾ സച്ചിയെ പൈസ മേടിച്ചിട്ട് പറയണം, അമ്മേ ഇത് മേടിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് നിങ്ങളുടെ കുടുംബം നോക്കാൻ അറിയാം, കാരണം ആ മരിച്ചുപോയ മനുഷ്യനല്ല, ആ മനുഷ്യൻ്റെ സ്ഥാനത്താണ് ഞാനിപ്പോൾ ഈ കുടുംബം നോക്കുന്നത്, എന്ത് വന്നാലും ശരത്തിനെ ഞാൻ പുറത്തിറക്കുക തന്നെ ചെയ്യും, ഇപ്പോൾ ഈ കാശ് ഞാൻ മേടിക്കാം, പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ കാശ് ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തന്നിരിക്കും. ഇത് സച്ചിയുടെ വാക്കാണ്, സച്ചി ഒന്നും ഇല്ലാത്തതെന്ന് വിചാരിക്കരുത്, സച്ചിക്കും വിചാരിച്ച എന്തെങ്കിലുമൊക്കെ നടക്കും, അതൊക്കെ ഞങ്ങൾക്കറിയാം മോനെ, അറിയായില്ല അമ്മ അങ്ങനെയൊന്നും വിചാരിച്ച് തന്നതല്ല എന്നൊക്കെ പറയണം. അങ്ങനെ സച്ചി പൈസ, ശരി രേവതി നീ പൈസ മേടിക്കുക പറഞ്ഞിട്ട് ആ പൈസ മേടിച്ചിട്ട് എന്നാൽ രേവതി നമുക്ക് പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ ആ പൈസയും കൊണ്ട് സച്ചി രേവതിയും കൂടിയിട്ട് ലക്ഷ്മിയോട് യാത്ര പറഞ്ഞിട്ട് പോകണം. അപ്പോൾ രേവതി തിരിഞ്ഞിട്ട് പറയും, അമ്മ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, ശരത്ത് ഒരിക്കലും ജയിലിൽ പോയില്ല, നമ്മൾ ശരത്തിനെ ജയിലിൽ ആക്കാതെ നമ്മൾ ശരത്തിനെ രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ സമാധാനമായിട്ടിരിക്കും, വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രേവതി പോവാണ്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയമാണ്. ചന്ദ്രോദയത്തിൽ രേവതി സച്ചിയും കൂടി പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്താണ്. പൈസ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ പറയണം, അയ്യോ സച്ചേട്ടാ ഒരു 30,000 രൂപയുടെ കുറവുണ്ടല്ലോ സച്ചേട്ടാ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എവിടേക്കാണ് പോകാൻ ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ കരയുമ്പോൾ പെട്ടെന്ന് രവീന്ദ്രൻ കയറി വരണം. അതെ രേവതി അച്ഛൻ വരുന്നുണ്ട്, അച്ഛൻ തൊന്നും അറിയരുത്, നീ കണ്ണ് തുടക്കി പറയണം. അപ്പോൾ രേവതി കണ്ണു തുടയ്ക്കുമ്പോൾ എന്താ മക്കളെ നിങ്ങൾക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ ഉറങ്ങാൻ പോവന്നെ അച്ഛാ, ഇതെന്താ പൈസയൊക്കെ എന്നൊക്കെ വെച്ചിട്ട്, അല്ല അച്ഛാ ഞങ്ങൾ പൈസ എണ്ണി തിട്ടപ്പെടുത്തുന്ന വക്കീലിന് കൊടുക്കാനുള്ളതെന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ മടിയിൽ നിന്നൊരു പൊതി എടുത്തിട്ട് സച്ചിക്ക് കൊടുക്കൂട്ടാ, എന്നാ ഇതിലൊരു 25,000 രൂപയുണ്ട്, ഇത് നീ കയ്യിൽ വെച്ചോ. ഇതെന്തിനാ അച്ഛാ എനിക്ക് 25,000 രൂപ? ഇത് നീ വെച്ചോ. വേണ്ട അച്ഛാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എടാ ഇത് നീ വെച്ചോ, പണ്ട് ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ നിങ്ങളെ വളർത്തിയേക്കണത്, എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ഞാൻ നിങ്ങളോട് പറയില്ലായിരുന്നു, ഇപ്പോൾ വലുതായപ്പോൾ നിങ്ങൾ കഷ്ടപ്പാടുകളൊന്നും എന്നോട് പറയാതെ ആയി തുടങ്ങി, പക്ഷേ അച്ഛനല്ലേ ഞാൻ നിങ്ങൾ നടക്കുന്നതും ഇരിക്കുന്നതും നിങ്ങൾ ശ്വാസം വിടണതും നിങ്ങളുടെ മനസ്സിലത്തെ ആദ്യം വ്യതയും എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിലും എനിക്കൊന്ന് സഹായിക്കണ്ടേ, കുറേ പൈസ എന്തരാ അച്ഛൻ്റെ കയ്യിലില്ല, എന്നാലും അച്ഛനെ കൊണ്ട് പറ്റാവുന്ന പോലെ അച്ഛനൊന്ന് സഹായിക്കണ്ടേ. നിങ്ങൾ എൻ്റെ മക്കളല്ലേടാ, നിങ്ങൾ വിങ്ങണത് കാണുമ്പോൾ അച്ഛൻ്റെ മനസ്സല്ലേ വിങ്ങണത്, നിങ്ങളല്ലേ അച്ഛൻ്റെ ധൈര്യം, നിങ്ങൾ തളർന്ന അച്ഛൻ വീണ് പോവും, പണ്ടത്തെ അത്ര ഉറപ്പൊന്നുമില്ലടാ അച്ഛൻ്റെ ഹൃദയത്തിന് എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചി ഓടി വന്നിട്ട് രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയാണ്, അപ്പുറത്ത് രേവതിയും വന്ന് കരയാണ്. അപ്പോൾ രവീന്ദ്രൻ അവർ രണ്ടുപേരും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കണം, എൻ്റെ മക്കളെ ദൈവം അനുഗ്രഹിക്കും, എനിക്ക് 100% ഉറപ്പാന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ രണ്ടുപേരെ ആശ്വസിപ്പിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കണ്ണ് നിറയുന്ന ആ ഒരു നിമിഷമാണ് കേട്ടോ അത്. എന്നിട്ട് രവീന്ദ്രൻ അവരെ ആശ്വസിപ്പിക്കണം. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല. ശരിക്കും അങ്ങനെയൊക്കെ ഒരു അച്ഛനൊക്കെ ഒരു മക്കൾക്ക് അതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ. സീരിയലാണെങ്കിലും കൂടി ആ ഒരു സീനൊക്കെ ഭയങ്കര സങ്കടമായിട്ടുള്ള സീനാണ്. അങ്ങനെ അവർക്ക് പൈസയൊക്കെ സെറ്റായി. അവർ പിറ്റേ ദിവസം പോയി വക്കീലിനെ കണ്ടു. ഈ 5 ലക്ഷം രൂപ വക്കീലിന് കൊടുത്തു. പൈസ റെഡി ആയിട്ടുണ്ട് സാർ, ഇനി ശരത്തിനെ രക്ഷിക്കണം. ശരത്ത് കോടതി പോരുത് പറയുമ്പോൾ വക്കീൽ പറയും, ശരത്ത് കോടതി പോകാനാ, ശരത്ത് കോടതി പോണത് പോയിട്ട്
ശരത്തിൻ്റെ ഈ കേസ് തന്നെ ഞാൻ തേച്ച് മാച്ച് കളയും പറയണം വക്കീൽ. അതിനല്ലേ ഞാൻ നിങ്ങളോട് പൈസ ആവശ്യപ്പെട്ടു. അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം സാർ. ഇപ്പോൾ ഈ 5 ലക്ഷം രൂപയും കൊണ്ട് എങ്ങനെ അവൻ്റെ കേസ്, അതൊക്കെ നിങ്ങൾ നോക്കിക്കോ. അതിനൊക്കെ ഉള്ള വഴി എനിക്കറിയാം. ശരത്ത് കോടതി പോവില്ലേ, പോരെ, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ, ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു പറയണം. അങ്ങനെ സമാധാനമായിട്ട് സച്ചിരി അവധിയും പോവാണ്. അവർ പോയി കഴിഞ്ഞ ഉടനെ വക്കീലിൻ്റെ ഗുമസ്തൻ വിളിക്കാനുണ്ടോ, ചന്ദ്രമതിയെ പറ്റി അന്വേഷിച്ചു? ഞാൻ അന്വേഷിച്ചു സാർ. ഒരു മണി മൈൻഡുള്ള സ്ത്രീയാണ് അവർ. ഓക്കെ സാർ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിപ്പിച്ചാലോ? വേണ്ടോ, നമുക്ക് അവരുടെ വീട്ടിൽ പോവാം പറയാണ് വക്കീൽ. അങ്ങനെ വക്കീൽ വിഷയം പറഞ്ഞും ഗുമസ്തനും കൂടിയിട്ട് വക്കീലിൻ്റെ ഹെൽപ്പറും കൂടിയിട്ട് ചന്ദ്രമതിയുടെ ബാമയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ബാമയാണ് വന്ന് വാതിൽ ഓർക്കണം. അപ്പോൾ എന്താ ആരാ ചോദിക്കുമ്പോൾ പറയും, ഞങ്ങൾക്ക് ചന്ദ്രമതി ഒന്ന് കാണണമല്ലോ. അതിനെന്താ വരൂ ചന്ദ്രയെ, നിന്നെ കാണാനാ പറയുമ്പോൾ ചന്ദ്രമതി ഇരിക്കുന്നിടത്തുനിന്ന് നീറ്റിട്ട് വന്ന് നോക്കുമ്പോൾ ആരാക്കി മനസ്സിലായില്ലല്ലോ പറയുമ്പോൾ പറയും, ഞാൻ വക്കീൽ, എനിക്ക് ചന്ദ്രമതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് പറയും. ശരി വരൂ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മരുമകളുടെ വീട്ടിലത്തെ വക്കീലാണ്, കുടുംബ വക്കീലാണെന്ന് പറയുമ്പോൾ ആരുടെ, മലേഷ്യക്കാരുടെയോ ചോദിക്കുമ്പോൾ അല്ല രേവതിയുടെ പറയുമ്പോൾ അതിന് ഞാനെന്ത് വേണം, അവരുടെ കാര്യം എന്നോട് പറയണ്ടേ, എനിക്കത് തീരെ താല്പര്യമില്ല, നാണില്ലാത്ത കുടുംബം എന്നൊക്കെ പറയാണ്. നിങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ടെന്നല്ല ശരത്ത് എന്നുള്ള ഒരു കുട്ടിക്കെതിരെ, അവൻ ജയിലിൽ കിടക്കന്നെ വേണം, അവന് വേണ്ടിയിട്ട് വക്കാലത്ത് പറയണ വക്കീൽ വന്നിക്കണെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പരാതി പിൻവലിക്കണ പ്രശ്നമില്ല എന്ന് പറയും. അപ്പോൾ വക്കീൽ ചോദിക്കും, ഈ പരാതി വെച്ചതുകൊണ്ട് ചന്ദ്രമതി നിങ്ങൾക്ക് എന്താ ഒരു ഗുണമുള്ളത്? എനിക്കെന്ത് ഗുണമുണ്ടെങ്കിൽ അവൻ ജയിലിൽ കിടക്കുമല്ലോ, അത് മതി. അവൻ എൻ്റെ പൈസയല്ലേ തട്ടിയെടുത്ത്, പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ലോ, പിന്നെ ഇപ്പോൾ ഇവനെ ജയിലിൽ കിടച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണമുള്ളത്? അവൻ കിടക്കട്ടെ, അത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമല്ലേ എന്ന് പറയാണ്. ചന്ദ്രമതി, ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇപ്പം നിങ്ങൾ പരാതി കൊടുത്താലും ഇപ്പോൾ കോടതിയിൽ കേസ് വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ പ്രായവും ഇവൻ്റെ സ്വഭാവവും, ഇവൻ്റെ മുന്നേ ബ്ലാക്ക് മാർക്ക് ഒന്നുമില്ല. അപ്പോൾ ഇവൻ്റെ സ്വഭാവം ഇവൻ്റെ പ്രായം അനുസരിച്ചിട്ട് ഏറിക്കഴിഞ്ഞാൽ 1 മാസം എങ്ങാനും 2-3 മാസം അതിലും കൂടില്ല, ഒത്തുമില്ല, 1 മാസത്തിലും കൂടുതൽ കൂടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ഇവന് ജയിലിൽ കിടത്തുള്ളൂ. കാരണം ഇവന് വേറൊരു പൊട്ട കേസിൽ ഇവൻ പ്രതിയല്ല, ഇവൻ വേറൊരു കേസ് കെട്ട് ഇവൻ്റെ പേരിൽ വന്നിട്ടില്ല. പിന്നെ ഇവൻ്റെ പ്രായം, ഇവൻ പഠിക്കണതെല്ലാം കണക്കിലെടുത്ത് കോടതി ചെറിയ ശിക്ഷ ഇവന് കൊടുക്കുള്ളൂ പറയുമ്പോൾ ചന്ദ്രമതി പറയാം, ചെറിയ ശിക്ഷ എങ്കിൽ ചെറിയ ശിക്ഷ, 1 മാസമെങ്കിലും കിടക്കുമല്ലോ, അത് മതി എനിക്ക് പറയണം. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? നിങ്ങൾ ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും. ലാഭമോ? അതെ. നിങ്ങൾക്ക് പൈസ കിട്ടും. പൈസയോ? അതെ. നിങ്ങൾ ഈ കേസ് പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു തുക കിട്ടും, അതിന് നിങ്ങൾക്ക് സമ്മതമാണോ? പൈസ കിട്ടും. അപ്പോൾ ബാമ അങ്ങനെ അത് കേട്ടിരിക്കുമ്പോൾ പറയാം, ചന്ദ്രയെ വക്കീൽ പറഞ്ഞത് കേൾക്ക്, എന്തിനാ വെറുതെ ആ കുട്ടിയുടെ ഭാവി കളയണ്? അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ലേ, അവൻ്റെ ഭാവി കളയേണ്ട ആവശ്യമുണ്ടോ? നീ വക്കീൽ പറയണത് കേൾക്ക് എന്ന് പറയണം. അപ്പം ഗുമസ്തൻ പറയാണ്, നിങ്ങൾ ശരിക്കും ആലോചിക്കുക, നിങ്ങൾക്കിത് നേട്ടമുള്ള സമയമാണ്. നിങ്ങൾ ഈ കേസ് കൊടുത്തിട്ട് ഇതുമ്പോൾ നിന്നിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമില്ല, എന്നാൽ നിങ്ങൾ ഈ കേസ് പിൻവലിച്ചാൽ നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് വക്കീലിൻ്റെ ഗുമസ്തനും കൂടിയിട്ട് ചന്ദ്രമതിനെ പറഞ്ഞിട്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതിയുടെ മനസ്സൊന്നിങ്ങനെ പൈസ കിട്ടുമ്പോൾ ചന്ദ്രമതിയുടെ മനസ്സൊന്നിങ്ങനെ ചാഞ്ചാടാണ്. പൈസയോ? എനിക്കെന്തിനാ പൈസ? നിങ്ങളെന്തിനാ എനിക്ക് പൈസ തരണമെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് വക്കീൽ, കേസ് പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കിട്ടും എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്രമതിയുടെ മനസ്സിങ്ങനെ ക്ലാസ്സിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ആടുകയാണ് കേട്ടോ. എവിടേക്ക് തിരിയണം? കേസ് പിൻവലിക്കണോ കേസ് പിൻവലിക്കണ്ടേ? ബാമേനെ നോക്കിയപ്പോൾ ബാമ പറയുന്നുണ്ട് കേസ് പിൻവലിക്കാൻ. അങ്ങനെ ആ ഒരു കൺഫ്യൂഷനായിട്ട്, മനസ്സിങ്ങനെ കൺഫ്യൂഷനായിട്ട് ചന്ദ്രമതി ഇരിക്കുന്ന സമയത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ചന്ദ്രമതി കേസ് പിൻവലിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ ചന്ദ്രമതിക്ക് വേറെ എന്തെങ്കിലും ട്രാപ്പ് വരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശ്രുതിയുടെ എന്താവും അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവാൻ നിങ്ങൾക്കറിയാം. ആൻ്റണി ബ്ലാക്ക് മെയിൽ ചെയ്യണത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും എൻ്റെ കഥകൾ എൻ്റെ ചാനലൊന്ന് കാണണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.